ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു ഭാഗത്ത് എമ്പുരാന്റെ വിവാദങ്ങൾ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ചിലർ എന്ത് ചെയ്യാണ്, ആഘോഷിക്കുകയാണ്. എന്താണ് ആഘോഷം? നല്ല ഭയങ്കര ആഘോഷം. ഒരാൾക്കൊരു അസുഖം വരും, അത് സർവ്വസാധാരണമാണ്. ആ അസുഖത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, സന്തോഷിക്കരുത്. ഭയങ്കര ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചർച്ചകളാണ്. ഒരിക്കലും അങ്ങനെ ആഘോഷിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് എന്നത് സ്വാഭാവികമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മമ്മൂക്കാനെ പറ്റിയിട്ടാണ്. മമ്മൂക്കയുടെ അസുഖത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബസൂക്കയുടെ റിലീസിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തിരക്കിട്ട ചർച്ചകളാണ് ഇവരിങ്ങനെ നടത്തിയിട്ട് അവർക്ക് വല്ല ഗുണമുണ്ടോ എന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല. കാരണം റിലീസ് തീയതി മാറ്റി വെക്കണം, മമ്മൂക്കയുടെ ബസൂക്കയുടെ റിലീസ് തീയതി മാറ്റി വെക്കണം, റിലീസിന്റെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറ്റിയുള്ള ഒരു കഥയില്ലാത്ത ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ ഇപ്പുറത്ത് അടിപൊളിയായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കളക്ഷനൊക്കെ കിട്ടിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അത്യാവശ്യം പ്രതീക്ഷിക്കാത്ത കളക്ഷനൊക്കെ നേടുക പറയുന്ന പോലെ ചരിത്രം കുറിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കാക്ക് സത്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ കുടലിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലാണ്. സംഭവം ശരി തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരിക്കലും എന്ത് ചെയ്യരുത്, ആഘോഷിക്കരുത്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു ചെറിയൊരു കഷ്ടപ്പാട് വരുമ്പോൾ അതിനെ എന്താ പറയാ, സന്തോഷത്തോടെ മമ്മൂട്ടി ഇനി തിരിച്ചു വരില്ല, മമ്മൂട്ടിയുടെ കഷ്ടകാലം തുടങ്ങി, ഇനി മമ്മൂട്ടിക്ക് എന്താ പറയാ, മമ്മൂട്ടിനെ കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര മമ്മൂട്ടി ആയാലും മമ്മൂട്ടി ആയാലും അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ നിന്ന് തിരിച്ചു വരും. മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ അമ്പലത്തില് മറ്റേ എന്താ പറയാ, എന്തോ ഒരു നിവേദ്യം കഴിപ്പിച്ചു എന്നാ എന്തൊക്കെ ഒരു വഴിപാട് നടത്തുന്നതൊക്കെ നമ്മൾ ഓൾറെഡി ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കണ്ടതാണ്. എന്നിട്ടും അദ്ദേഹത്തെ വേട്ടയാടുകയാണ് ഒരു കൂട്ടർ. എന്തിന്റെ പേരിലാണെന്നൊരു പിടുത്തമില്ല. കാരണം ലാലേട്ടനായാലും മമ്മൂക്കായാലും മലയാള സിനിമയുടെ മുത്തുമണികളാണ്. അതിൽ യാതൊരുവിധ തർക്കമില്ല. വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ല. അവർ നല്ല ഫ്രണ്ട്ഷിപ്പും അവർ നല്ല രീതിയിലും മുന്നോട്ട് പോകണം. പക്ഷേ അദ്ദേഹത്തിന് അസുഖം വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടെ, വളരെ ലാഘവത്തോടു കൂടെ ചർച്ചയിൽ ഭയങ്കര കമന്റുകളുടെ കൂമ്പാരമാണ്, വീഡിയോസിന്റെ കൂമ്പാരമാണ്. മമ്മൂക്ക ഇനി തിരിച്ചു വരില്ല, മമ്മൂക്കയുടെ കാലം കഴിഞ്ഞു, മമ്മൂക്കയുടെ കഷ്ടകാലം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇതിന്റെ കഥ? അതൊരു പിടുത്തമില്ല. എന്തിന്റെ പേരിലാണ്? മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ ആണ്. മലയാളത്തിന്റെ മെഗാസ്റ്റാർ തിരിച്ചു വരും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹം ട്രീറ്റ്മെന്റുമായിട്ട് എന്ത് ചെയ്യാണ്, റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ പൊന്നു മുത്തുമണികളെ, പൊന്നു ചക്കരക്കുടങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, ആരും സന്തോഷിക്കണ്ട. അദ്ദേഹത്തെ നോവിച്ചുകൊണ്ട് ആരും സന്തോഷിക്കണ്ട. മലയാളത്തിന്റെ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിന്റെ മഹാചരിത്ര പുരുഷന്മാരാണ്. മലയാളത്തിന്റെ എന്താ പറയാ, മലയാളത്തിന്റെ സ്വത്താണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ മുത്താണ്, ഭാഗ്യമാണ് അവർ രണ്ടാളും. പിന്നെ അവരെ തമ്മിൽ പിരിക്കാനോ അല്ലെങ്കിൽ അവരെ തമ്മിൽ തല്ലുപിടിക്കാനോ നോക്കിയിട്ട് ആരും കാര്യമില്ല. കാരണം അവര് ബുദ്ധിയുള്ളവരാണ്. സ്നേഹത്തിന്റെ വില ഇച്ചാക്കയും അതുപോലെ തന്നെ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന ലാലേട്ടനും അതുപോലെ തന്നെ മമ്മൂക്കയും ഇതൊക്കെ മലയാളത്തിന്റെ മഹാ അത്ഭുതങ്ങളാണ്. മലയാളിയുടെ എന്താ പറയാ, സ്വകാര്യ അഹങ്കാരങ്ങളിൽ പെട്ടതാണ് ഇവർ രണ്ടാളും. അപ്പൊ ഇതിനെ പറ്റിയിട്ട് വെറുതെ വലിച്ചു നീട്ടിയിട്ട് ഒരു കഥയില്ല. എമ്പുരാൻ കണ്ടോളും മക്കളെ, എമ്പുരാൻ കണ്ടോളൂ. എമ്പുരാൻ വന്നടാ, തമ്പുരാൻ വന്നടാ, കൈക്കോപ്പി നിൽക്കടാ തമ്പുരാനെ, നമ്മൾ പാട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പൊ മമ്മൂക്കയുടെ ബസൂക്ക ഏപ്രിൽ 10 റിലീസാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ്. മമ്മൂക്കയുടെ ബസൂക്ക വരട്ടെ, മമ്മൂക്കയുടെ ബസൂക്ക വന്നിട്ട് അതും ഹിറ്റ് ആവട്ടെ. അല്ലാണ്ട് അതിനെ അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചെന്ന് പറഞ്ഞിട്ട് അതിന് പറഞ്ഞിട്ടൊരു കഥയില്ല. അപ്പൊ മമ്മൂക്കയുടെ ബസൂക്ക ഏപ്രിൽ 10 റിലീസാണെന്നുള്ള മമ്മൂക്ക ഓൾറെഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ മമ്മൂക്കയുടെ ബസൂക്ക 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 ഇനിയൊരു കളി നീ കണ്ടോ, തീപ്പാറും കളി കണ്ടോ, അടവുകൾ പലതും കാണാൻ കളി ബെസ്റ്റാ മോനെ, ബസൂക്ക 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 ബസൂക്ക. പ്രായം തളർത്താത്ത യജ്ജാതി ലുക്കാണ് നമ്മളെ പൊന്നാര മമ്മൂക്ക.
അപ്പൊ ആ മമ്മൂക്കാനെ പറ്റിയുള്ള വിവാദങ്ങൾ പരമാവധി ഒഴിവായിക്കോളി. മമ്മൂക്കാടെ പടം ഏപ്രിൽ 10 റിലീസ് ആയിക്കോട്ടെ, അതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമില്ല. അദ്ദേഹം സന്തോഷത്തോടെ ആരോഗ്യവാനായിട്ട് ഇരിക്കണം. അപ്പോൾ ആ വിവാദങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.